നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാൻ ഇപ്പോൾ മലയാളികളുടെ മനസ്സിലെ നീറുന്ന ഓർമ്മയാണ്. അത്രയധികം അതിക്രമങ്ങൾ സഹിച്ചായിരുന്നു ആ കുഞ്ഞിന്റെ മരണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാന്റെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഒന്നും അറിയാത്ത, ലോകം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള പ്രായമെത്താത്ത ആ കുഞ്ഞിനെ പിതാവായ ഷിജിൽ മർദ്ദിച്ചത് പല തവണയാണ്. കുട്ടിയുടെ കൈ പോലും അടിച്ചൊടുക്കാൻ മനസ്സ് കാണിച്ച ആ പിതാവിനെ ക്രൂരനെന്ന് മാത്രം വിളിച്ചാൽ പോരാ. കുഞ്ഞിന്റെ പിതൃത്വത്തിലുണ്ടായ സംശയമാണ് വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരാഴ്ചയോളം നീണ്ട പോലീസ് അന്വേഷണത്തിലാണ് 1 വയസ്സുകാരന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങിയത്. ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീണെന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞത്. ഷിജിലിന്റെ ആക്രമണത്തിൽ അടിവയറ്റിൽ പരിക്കേറ്റ ഇഹാന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ കുട്ടിയുടെ അച്ഛനെതിരെ അമ്മ വീട്ടുകാർ ആരോപണവുമായി അന്ന് രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഷിജിലിനെ പോലെ ഒരു ക്രൂരൻ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുമായിരുന്നില്ല. കുഞ്ഞ് കരയുന്നത് ഷിജിലിന് ഇഷ്ടമല്ലായിരുന്നുവെന്നാണ് ഭാര്യ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഷിജിൽ അടുത്തു വരുമ്പോൾ തന്നെ കുഞ്ഞ് കരയുമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞ് തന്നെ മുറുകെ പിടിക്കുമായിരുന്നു. ഒരിക്കലും സ്നേഹത്തോടെ കുഞ്ഞിനെ വിളിച്ചിരുന്നില്ല. നെഞ്ചു പൊട്ടിയാണ് ഇതൊക്കെ ആ അമ്മ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പനെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? നിനക്ക് എന്നെ കാണുമ്പോൾ എന്താടാ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ അയാളെ കാണുമ്പോൾ ഭയങ്കര പേടിയും ഭയങ്കര കരച്ചിലുമായിരുന്നു. എൻ്റെ മുഖം ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും. എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു രഷീരെന്നായിരിക്കും അത് പറഞ്ഞു തരും. എനിക്ക് ഇയാൾ കൊച്ചിനെ രഹസ്യത്തിൽ ഉപദ്രവിക്കാറുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരു സ്നേഹത്തോടെ അല്ല, വളരെ ക്രൂരമായിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഇടപെട്ടുകൊടുത്തത്. ഒരു അപ്പനെ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെ ഇടപെടൂല ഒരിക്കലും. എപ്പോഴും അവൻ്റെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഷിജിലിനെതിരെ ഗുരുതര ആരോപണമാണ് ഭാര്യയായ കൃഷ്ണപ്രിയയും ഉയർത്തുന്നത്. സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും ആദ്യം കാര്യമായ വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3ാം തവണ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഷിജിൽ കുറ്റം സമ്മതിക്കുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ മൂലം പ്രകോപിതനായി കൈമുട്ടുകൊണ്ട് വയറ്റിലിടിച്ചുവെന്നാണ് ഷിജിലിന്റെ മൊഴി. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.